ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 സ്റ്റാറ്റിയുടെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് സ്റ്റാറ്റിയുടെ ഹിസ്റ്ററി, ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് +1 എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ സ്കോപ്പ് ആയാലും ഫങ്ഷൻസ് ആയാലും ഒരുപാട് തവണ തിയറി പാർട്ടിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റിയുടെ ഹിസ്റ്ററി നമ്മളൊന്ന് നോക്കാം. അതങ്ങനെ എക്സാമിന് ചോദിക്കുന്നതല്ല, പക്ഷെങ്കിൽ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊന്ന് അറിയുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. History of statistics. The word statistic have been derived from Latin word status or the Italian word statista. അതായത് ലാറ്റിൻ വേർഡായിട്ടുള്ള സ്റ്റാറ്റസ്, ഇറ്റാലിയൻ വേർഡായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ഓർ എ ഗവൺമെൻറ് എന്നാണ് ഉള്ളത്. അതേപോലെ ഷേക്സ്പിയർ തൻ്റെ ഹാംലെറ്റ് എന്ന നാടകത്തിൽ സ്റ്റാറ്റിസ്റ്റ് എന്ന പദം ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഈ സ്റ്റാറ്റി ഉപയോഗിച്ചിരുന്നത് റൂളേഴ്സ് ആയിരുന്നു, നമ്മുടെ രാജാക്കന്മാരും ഭരണാധികാരികളൊക്കെ. അപ്പോൾ അവർ സ്റ്റാറ്റി ഉപയോഗിക്കുന്നത് അവരുടെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ലാൻഡ്, കൃഷി, പോപ്പുലേഷൻ, കൊമേഴ്സ്, അതായത് വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ സ്റ്റാറ്റി യൂസ് ചെയ്തത്. ഇതെന്തിനാണ് അറിയുന്നത്? നമ്മുടെ നികുതി, വെൽത്ത്, മിലിറ്ററി പൊട്ടൻഷ്യൽ ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അവർ സ്റ്റാറ്റി ഉപയോഗിച്ചിരുന്നത്. അന്ന് സ്റ്റാറ്റിയുടെ സ്കോപ്പ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ആ ഒരു സാഹചര്യത്തിലും അവർ ഇതൊക്കെ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ ഈ ടാക്സും വെൽത്തും മിലിറ്ററി പൊട്ടൻഷ്യലും ഒക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് 20th century, വില്യം ജി ഗോസറ്റ് അദ്ദേഹം സ്മോൾ സെറ്റ് ഓഫ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തു ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡ്യൂറിങ് 20th century ഒരുപാട് സ്റ്റാറ്റിഷ്യൻസ്മാർ വന്നിട്ടുണ്ട്. അതിൽ അവർ സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്, മെത്തേഡ്സ്, തിയറീസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൻ്റെ വരവ് സ്റ്റാറ്റിക്ക് വലിയൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് എക്സാമിന് വരുന്നൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ അടുത്തതായിട്ട് ഇനി സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനേഷനും ക്യാരക്ടറിസ്റ്റിക്സും ഫങ്ഷൻസും സ്കോപ്പൊക്കെ പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനേഷനിലൊക്കെ പോവാം. അപ്പം നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് R.A. ഫിഷറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം നമുക്ക്. The science of statistics is essentially a branch of applied mathematics and can be regarded as a mathematics applied to observational data. അതായത് അദ്ദേഹം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഒബ്സർവേഷണൽ ഡാറ്റ മനസ്സിലാക്കാൻ വേണ്ടി അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരു സയൻസാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ R.A. ഫിഷർ നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആളാണ് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് വണ്ണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ദ ആഗ്രിഗേറ്റ് ഓഫ് ഫാക്റ്റ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സിംഗിൾ ഫിഗർ അല്ല. എക്സാമ്പിളായിട്ട് നമ്മളൊരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിഗർ അല്ല. ഒരു കൊല്ലത്തെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. അതേസമയം രണ്ടോ അതിലധികമോ കൊല്ലത്തെ നാഷണൽ ഇൻകം എടുക്കുകയാണെങ്കിൽ അതെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആഗ്രിഗേറ്റ് ഓഫ് ഫാക്റ്റാണ്, നോട്ട് എ സിംഗിൾ ഫിഗർ. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും?
ഡിപ്പെൻഡ്സ് ഓൺ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ് പ്രൈസ്, ക്വാളിറ്റി, കോമ്പറ്റീഷൻ, അതേപോലെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം. ഇത്രയും കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. തേർഡ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി റീസണബിളി ആക്യുറേറ്റ്. അതായത് നമ്മളിപ്പോൾ റോങ് ഫിഗേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? റോങ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് കൺക്ലൂഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദ ഓൺലി ആക്യുറേറ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ആയിരിക്കണം. ഇനി ഇൻ കേസ് സിസ്റ്റമാറ്റിക് മാനറിൽ അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ബി റിലയബിൾ ആൻഡ് വിൽ ലീഡ് ടു മിസ്ലീഡിങ് കൺക്ലൂഷൻ. നെക്സ്റ്റ് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അതായത് ഇപ്പോൾ ഒരാൾ കളക്ട് ചെയ്ത ഡാറ്റയും വേറൊരാൾ കളക്ട് ചെയ്ത ഡാറ്റയും തമ്മിൽ അൺറിലേറ്റഡ് ടു ഈച്ച് അതർ ആണെങ്കിൽ such data will be confusing and will not lead to any logical conclusion. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. അപ്പം നമ്മൾ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫസ്റ്റ് പോയിൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റി. അതായത് കോംപ്ലക്സ് മാസ് ഓഫ് ഡാറ്റേനെ സിമ്പിളും അണ്ടർസ്റ്റാൻഡബിളും ആക്കുകയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ഫാക്റ്റ് ഇൻ എ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോം. നെക്സ്റ്റ് വണ്ണാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് പ്രിസൈസും ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ഡെഫിനിറ്റ് ഫോമിലും ആയിരിക്കും. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് കമ്പാരിസൺ. അതായത് നമ്പർ ഓഫ് സ്യൂട്ടബിൾ മെത്തേഡ്സ് ഉണ്ട്. എന്തിന്? കമ്പാരിസൺ. എന്തൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂസ്. ഈ പ്രസൻറ്റ് വാല്യൂയും പാസ്റ്റ് വാല്യൂയും കമ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെൻസ് ടു ഏബിൾ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എൻലാർജ് ഹ്യൂമൻ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതായത് ഇമ്പോർട്ടൻറ്റ് പോളിസീസ്, ഡിസിഷൻ മേക്കിംഗ്, ഫോർകാസ്റ്റിംഗ് ഇൻ ബിസിനസ്, എക്കണോമിക്സ്, ഫിനാൻസ്, ഇൻഡസ്ട്രീസ്, ഇറ്റ്സ് ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസിൽ വരുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്കോപ്പാണ് നോക്കുന്നത്. സ്കോപ്പ് ഏതൊക്കെ മേഖലയിലാണ്? പ്ലാനിങ്ങിൽ, എക്കണോമിക്സിൽ എങ്ങനെയാണ്? എക്കണോമിക്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിമാൻഡ് അനലൈസിസിനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റി യൂസ് ചെയ്യുന്നത്. അതേപോലെ മാത്തമാറ്റിക്സ്, മെഡിക്കൽ സയൻസിൽ കളക്ഷനും ഡാറ്റ കളക്ട് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും, അതേപോലെ കോസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസസ് അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ എങ്ങനെയാണ് വരുന്നത്? മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ആൻഡ് അക്കൗണ്ടിങ്, ഇത്രയും മേഖലകളിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ സ്കോപ്പും ഫങ്ഷൻസൊക്കെ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ സ്റ്റാറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു.